Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Okay. Yes, 1 minute. ഇതും വേണം നമുക്ക് ഇതും yes. Okay. Okay, let us start. Okay, sir. Yes. How are you? Fine, sir. How are you, sir? Fine, sir. നമ്മളിന്ന് 24 ആളുകളുണ്ടല്ലേ? Yes. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മ്യൂട്ട് ചെയ്തോളൂ. Sir, prayer വേണ്ടേ? Yes, start. Okay, sir. Dear God, we come before you with humble hearts, seeking guidance and wisdom. Grant us the strength to overcome challenges and the courage to pursue our dreams. May your love and light shine upon us, filling our life with the peace, joy, and gratitude. Thank you for listening to our prayers and guiding us on your journey. May we always walk in your loving presence. Thank you. Okay. Is signing order? Sign out. Hello, sir. Yes. Good afternoon, sir. It's great to Yes. see you today. We are looking forward to learning from you. And also, I'm welcoming my classmates to learn together and support each other. Thank you. Okay. Sir, next thought of the day. Yes, thought of the day. I'm Lijimal from Ernakulam. Thought of the day. Small positive thought in the morning can change your entire day. These thoughts are really അതായത് രാവിലെ ഉണ്ടാകുന്ന ഒരു ചെറിയ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ മുഴുവൻ ആ ഒരു പോസിറ്റീവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം നല്ലതാകണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ നാം ഓരോരുത്തരും തീരുമാനിക്കണം. എന്നാൽ മാത്രമേ ആ പോസിറ്റീവ് ആയിരിക്കാൻ സാധിക്കുള്ളൂ. താങ്ക് യു സാർ. Yes. It is start. Yes, sir. Yes. Start ചെയ്തല്ലേ? എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നു കാരണം വെച്ചാൽ ഭയങ്കര എക്കോ ഫീൽ ചെയ്യുന്നു. Yes. Okay. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. We are going to discuss it. Okay. So this is the name of it. This is a story that you are familiar with it. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥയാണ്. Yes. I ask Divya Rajesh. Divya. Sir, ഇതൊന്ന് വായിച്ചോളൂ. A farmer and a painter. a farmer and a painter dash walk in forest, dash hear a bear coming, dash trembles with fear, dash farmer climbs tree and hide, dash painter falls flat as if dead,
dash the bear sniff, think dead dash, go away, dash farmer comes down, dash asks what the bear say, dash never to make friends with one, dash run away, dash when friend in danger. Okay. അപ്പൊ ഇതിന്റെ സ്റ്റോറി പിടി കിട്ടിയില്ലേ? Yes, sir. Yes, sir. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇതിന്റെ ഓരോ ഡാഷുകൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഈസോ ആമോ അല്ലെങ്കിൽ ആ വക സംഗതികൾ ചേർക്കാതെ നമുക്കൊരു കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റിയിൽ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്കതൊന്ന് ചെയ്തു നോക്കാം. യെസ്. അപ്പോ ഈ കഥ ഷെൽട്ടൺ എഴുതി. Yes, sir. ഓക്കെ, ഇത് വായിച്ചേ. ഫസ്റ്റ് രണ്ടുപേരും വായിച്ചേ. A farmer and painter dash walk in forest, dash here a മതി. എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വർക്ക് ഇൻ ഫോറസ്റ്റ്. അവിടെ ഫില്ല് ചെയ്തേ. ഷെൽട്ടന്റെ ചിന്തയിൽ വരുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയേ. കയ്യിൽ ചേർത്തോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ കയ്യിൽ ചേർത്തിട്ട് ഫില്ല് ചെയ്തു, കുഴപ്പമില്ല. നമുക്ക് അവിടെ ഒരു 2 സെന്റൻസ് ആഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ആഡ് 2 സെന്റൻസസ്. യെസ്. ഓരോ നമ്മൾ ചിന്തിക്കണ്ട, വേറെ വഴിക്ക് പോയിക്കോളൂ, വേറെ വഴിക്ക് പോയി ചിന്തിച്ചോളൂ. prepositions ആണ് ആഡ് ചെയ്യേണ്ടത്. വേണ്ട, ഒരു സെന്റൻസ് ആഡ് ചെയ്തു. പ്രിപ്പോസിഷൻ അല്ല. A farmer and a painter walk in the forest and here a bear. Sorry. A farmer and a painter walk in അല്ല, the ഇപ്പൊ ഫോറസ്റ്റ് വരെ പറഞ്ഞാൽ മതി, അവിടെ വരെ മതി. അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ദ ഫോറസ്റ്റ്. ആ ഡാഷ് ഇട്ട സ്ഥലത്താണ് നമ്മൾ 2 സെന്റൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. A farmer and a painter to walk in forest. Sir. Sir, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ഇഷ്ടത്തെ ക്രിയേറ്റ് ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഷെൽട്ടർ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഈ ഫാർമറും ഈ പെയിന്ററും നല്ല 2 സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ പറയാലോ. യെസ്. അതൊന്ന് പറഞ്ഞ ഷെൽട്ടർ, ആ രീതിയിലൊന്ന് പറഞ്ഞേ. ഇവർ 2 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. യെസ്, ഒന്ന് പറഞ്ഞേ. A farmer and a painter was very close friends. ഓക്കെ. അല്ല, അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞു. അല്ല, ദ ഫാർമർ ആൻഡ് ദ പെയിന്റർ വേർ ക്ലോസ് ഫ്രണ്ട്സ്. അങ്ങനെ അവർ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ കാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി വരട്ടെ, കയ്യിൽ നിട്ടുള്ളൂ. ഒരു ദിവസം അവർ കാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പറഞ്ഞോളൂ ചേട്ടൻ. One day he was going to forest. One day they decided to go to forest. കാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. യെസ്. അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ച ദിവസം അവര് ഇന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് അവര് കാടിന്റെ അടുത്തുകൂടി ഇങ്ങനെ അല്ല, അത് നിങ്ങൾ കയ്യിൽ നിന്ന് ചേർത്ത് 2-3 സെന്റൻസ്. നേരത്തെ വർഷ ചോദിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ചേർത്ത്. ഇതിനകത്ത് പ്രിപ്പോസിഷനോ ഈസോ അല്ലെങ്കിൽ വെർബോ ആമോ ആറോ വാസോ വേറെ അതൊന്നും ചേർക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഐഡിയ എന്ന് വേണ്ടത്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാർമർ ആൻഡ് പെയിന്റർ thick friends. One day they decided to go to forest. On that particular day they reached near the forest. അവരങ്ങനെ ആ ഫോറസ്റ്റിന്റെ അരികത്തെത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സെന്റൻസ് എടുക്കാം. ആൻഡ് they were walking through along the forest. അങ്ങനെ അവർ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ എടുക്കട്ടെ ഓരോന്ന്. യെസ്, അവിടെ നോക്കട്ടെ. ഇനി അടുത്ത വർഷ. They hear a bear coming opposite. Bear coming. Okay.
ഇനി The beer coming opposite of ഇനി നമുക്ക് ബിയർ കമ്മിങ് ഇല്ലേ, ഇനി അവിടെ ഫില്ല് ചെയ്തു. 2 സെന്റൻസ് ഒന്ന് ആഡ് ചെയ്തു. opposite when the beer coming opposite side. വർഷ നേരിട്ട് വിഷയത്തിലോട്ട് പോകല്ലേ, അത് അവിടെ നിൽക്കട്ടെ. Oh, okay. അത് നമുക്ക് എടുക്കാം, അത് ലാസ്റ്റ്. അതിനു മുമ്പ് വർഷയുടെ ക്രിയേറ്റിവിറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. 2 സെന്റൻസ് വർഷ നമുക്കിപ്പോ ഒരു വർഷിപ്പ് ഒരു പാട്ട് കഥ എഴുതുന്ന അല്ലെങ്കിൽ ലിറിക്സ് എഴുതുന്ന ആളാണെങ്കിൽ ഞാനാണ് സിനിമയുടെ കഥ പറയും, ഞാൻ കഥ പറയും, ഇന്നതാണ് സിറ്റുവേഷൻ, ആ വിഷമിച്ച് അവിടെ നിന്നോട് പോരുന്നു, ആ സമയത്ത് വരുന്ന വരികളായിരിക്കും. പിന്നെ ബാക്കിയുള്ളത് വർഷയുടെ ഭാവനയാണ്. അപ്പൊ ഹിയർ ദ ബിയർ കമ്മിങ് അത് അങ്ങോട്ട് മറന്നേക്ക്, അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് വർഷയുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കും. യെസ്, Walking in the forest, ഓക്കെ. they start to notice more different types of plants and different types of birds. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. അവരവിടെ പോയിട്ട് നേരിട്ട് തന്നെ ഇങ്ങനെ കാണരുത്, സമയം എടുത്തോട്ടെ. അപ്പൊ ദേ നോട്ടീസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് Plants, birds was making sound when the water falling to the falling from the mountains and the hills. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, Then- വെരി ഗുഡ്. കയ്യിൽ നിന്നിട്ട് ഒരു സെൻസ് കൊണ്ട് 2 സെൻസ് ആഡ് ചെയ്തു. യെസ്, ഈ ഭാവച്ചിന്തിക്ക് അവരിൽ നടന്നു വരുന്നു, ബിയറൊക്കെ. Then they suddenly hear a beer coming. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അപ്പോഴും വേണ്ട. അതവിടെ നിൽക്കട്ടെ. യെസ്, ഇനി ചിന്തിക്ക്. They notice different varieties and type of plants. കണ്ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീസ്, പ്ലാന്റ്സ് ഒക്കെ കണ്ടു. പിന്നെ വേണമെങ്കിൽ പറയാം, ഇത് അവർക്ക് വളരെ ഒരു സ്ട്രെയിഞ്ച് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞേ. It was a different type of experience for them. ഓക്കെ, ഇത് അവർക്ക് First വളരെ time. യെസ്, ഓക്കെ, സമ്മതിച്ചു. സർ, പക്ഷെ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? മാക്സിമം നമ്മളത് ലാസ്റ്റിലൊക്കെ അല്ല പറയുന്നത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെ അല്ല പറയുന്നത്. ഇറ്റ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്. ഓക്കെ, കാട്ടിലേക്ക് അവർ കയറി കഴിഞ്ഞപ്പോൾ അവര് കണ്ട കാര്യങ്ങൾ സംതിങ് ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ. ഓക്കെ, യെസ്. അല്ല, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുറെ കൂടെ പറയാം. യെസ്, പറഞ്ഞോളൂ. ഇനി വർഷയുടെ ഭാവന ഉണരുന്നത് നോക്കട്ടെ. 2 സെന്റൻസ്. ഇനി നമുക്ക് ബിയർ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. They see different types of fruits in different place. എനിക്ക് അത്രയും കിട്ടുന്നുള്ളൂ സർ. ഒരു സാഹചര്യം, അവർക്ക് വളരെയധികം ദാഹം തോന്നി. അവര് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു, കുറച്ച് വെള്ളമെല്ലാം കുടിച്ചു, വീണ്ടും അവർ യാത്ര ആരംഭിച്ചു കേട്ടോ. അപ്പൊ സെന്റൻസിന് നീളം പോയി നോക്കി. During ആരെ കാണുന്നു? ബിയറിന്റെ ശബ്ദം കേൾക്കുന്നത്. when they are walking through the forest, then when they are walking to the forest, they feel very hungry. Then they start to search for any eatable items or fruits from the forest. Yes, okay. So they decided to sit under any tree. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വർഷക്ക് ഒരു ഭാവയുണ്ടായിരുന്നു, വേറൊരു കാര്യം ചേർക്കായിരുന്നു. അവര് ഒരു സഞ്ചിയില് കുറച്ച് ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു. അവര് ആ ഭക്ഷണം അത് അവിടെ ഷെയർ ചെയ്ത് കഴിയല്ല, അത് കയ്യിൽ നിന്ന് അങ്ങനെ ചേർത്ത് വർഷ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും ആക്ടിവിറ്റിയിലൂടെ ചെല്ലല് കയ്യിൽ നിന്ന് അങ്ങനെ ചേർക്കുക. അതാണ് നമ്മുടെ കഴിവ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാനായിട്ടുള്ള തോട്ട്സ് ഇട്ട് കൊടുക്കുന്നു. യെസ്, അവരവിടേക്ക് പിടിച്ച് കയറി പൊക്കോളും. യെസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുറച്ച് കുട്ടികളാണ്. അപ്പൊ അവരോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാൻ, ഡൈവോഴ്സ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നു.
അവര് തമ്മിൽ ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല, ആ ഡൈവോഴ്സ് മാറ്റി വെക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അവരൊരു മിടുക്കിയായ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു അപ്പം പറഞ്ഞു, യെസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കുട്ടിയില് 2 പേരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവ്, അതിൽ ഒരാൾക്ക് നെഞ്ചുവേദന വരണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേയാള് കണ്ട ഇത് പറയുന്നത് ഇതാണ് ഭാവന. ഒരാൾക്ക് നെഞ്ചുവേദന വരണം, അപ്പൊ മറ്റേയാള് പോകില്ല, അങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, അവർ അപ്രീഷിയേറ്റ് ചെയ്തു, വെരി ഗുഡ്, കഥ പറയുകയാണ്. അപ്പൊ വെരി ഗുഡ്, സമ്മതിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാര്യനെയും നെഞ്ചുവേദന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഒരാൾക്ക് നെഞ്ചുവേദന വരും, മാറ്റിപ്പോകും. അപ്പൊ അങ്ങനെ ആളുകൾ ചിന്തിക്കാത്തൊരു കാരണമാണ് ഇതായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത്. ആളുകൾ ചിന്തിക്കേണ്ടത് നെഞ്ചുവേദന വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ നെഞ്ചുവേദന വരുത്തരുത്, വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അപ്പൊ അവർ വേറെ കാര്യം പറഞ്ഞിട്ട ഞാൻ നിങ്ങളോട്, അത് കുട്ടികളുടെ ഭാവനയാണ്, നമ്മൾ ആ ലെവലിലോട്ട് അങ്ങനെ ചെല്ലണം. അപ്പൊ നമ്മൾ അവർക്ക് തോട്ടിട്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും യെസ്, നമ്മൾ പഠിപ്പിക്കുന്ന ആരെയാണ്? ചെറിയ ക്ലാസ്സിലെ ചെറിയ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ 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 പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ കുറച്ച് പറയാമായിരുന്നു, ഞാൻ മിണ്ടായിരുന്നാണ്, പക്ഷെ കയ്യിൽ നിന്ന് ചേർക്കുകയാണെങ്കിൽ ചേർക്കട്ടെ എന്ന് ചോദിച്ചാൽ അവര് കൂടെ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു, ബാഗിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു, അവരൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നു, അവർ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും അവർ യാത്ര പോയി. യെസ്, അങ്ങനെ നമ്മളെ പരത്തി പറ. യെസ്, ഓക്കെ പറഞ്ഞോളൂ വർഷ. ഇനി നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങി ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് അത്രേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കരുത്, ഇതല്ല ഇതിന്റെ അപ്പുറം നമുക്ക് പറ്റും. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ തന്നെ പറയണോ? A farmer and painter walking through decided to go to the forest. Yes. They start their journey to the forest. Yes. By walking. Yes. When they are walking through the forest, yes, they notice many variety type of plants and trees in their surroundings. Yes. Water from the mountains. Yes. They start to enjoy their journey experience. Yes. Okay. They take. They carry their food with them. When they feel hungry, they decided to eat food. Then they walk little front. Yes. Then suddenly they notice a big tree in front of them. Yes. They Very decided good. to sit under the tree. Yes. To take their food. Okay. Or to have their food. Yes. Okay. Then by enjoying the nature of forest, they start Yes. to have their food. Yes. Then they suddenly Very good. Very then good. suddenly they notice one river flowing near to them. Yes. They went to fresh to wash their hands and fresh up. Yes. Then they take their bag Yes. and they start to walk. Yes. Okay. Okay. When okay. they are walking, Okay. Okay. when they are walking through the forest, they suddenly hear a bear Okay. 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 Very good. Okay, Varsha. coming. Okay, madi. Okay, Varsha. Very good. Sir, Very good. may I Okay. ask you? Very good. Okay, Varsha എന്നായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്പൊ അവര് നടന്നു വരുന്ന വഴിക്ക് ഈ ഒരു ബിയറിന്റെ ശബ്ദം കേട്ടു, അത്രയും പേര് നമ്മൾ നിർത്തി. യെസ്,
ഇനി അടുത്തത് ദിവ്യ രാജേഷ്. ദിവ്യ. Sir. ഓക്കെ. ഈ മൂന്നാമത്തെ ഡാഷ് മുതൽ വായിച്ചേ. Sir, എന്താ sir? മൂന്നാമത്തെ ഡാഷ് മുതൽ വായിക്കൂ. മൂന്നാമത്തെ ഡാഷ്. Here a bear coming dash trembles with fear dash farmer climbs a tree and hide partner. Okay. Okay, Dash trembles with fear. Yes, sir. Can I add something to that sentence? Yes. As they walked, the painter stopped to sketch the scenery of the forest. Yes. And the farmer shared the stories about forests. Yes. Okay. ഇത് കുഴപ്പമില്ല. ആഡ് ചെയ്യാം. They hear a bear coming. Okay. No problem. Yes. ദിവ്യ ഫിനിഷ് ചെയ്തോളൂ. Dash. Yes, sir. പറഞ്ഞോളൂ. The farmer climbs the tree and അങ്ങോട്ടൊന്നും പോകില്ലേ? Dash trembles with fear. അത്രയും പേര് എടുത്താൽ മതിയാവും. അതിന്റെ ഇടയിൽ നേരത്തെ they both of them cried with fear. Okay. Very good. Cried with fear, and both of them decided to go from the forest. Yes. And both of them saw a bear coming to them. Yes. And both of them were cried with fear. Athre ullu, sir. Okay. Very good. Okay, Divya. Very good. Thank you, sir. Okay, very good. Rajalakshmi. Yes, sir. Okay. ഇപ്പോ നേരത്തെ ദിവ്യ പറഞ്ഞ ഇപ്പൊ 2 സെന്റൻസ് അങ്ങനത്തെ ആഡ് ചെയ്തായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും പറയാനായിട്ട് രാജലക്ഷ്മിക്ക് ഉണ്ടോ? അവിടെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാവുന്ന മനസ്സിൽ അങ്ങനെ കാണുക. ഇവര് രണ്ടുപേര് ഈ ബിയറിന്റെ ശബ്ദം കേൾക്കും. ഉടനെ തന്നെ ഇവരെന്ത് ചെയ്യണം? അവര് പരസ്പരം നോക്കി. അത് പഠിക്കും. ഇംഗ്ലീഷിൽ പറയാലോ. They looked each other. സർ ഇത് പാസ്റ്റ് ടെൻസ് ആണോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാണോ പറയുന്നത്? കഴിഞ്ഞു പോയാണോ നമ്മൾ ഇനി പറയുന്നതാണോ? രാജലക്ഷ്മി. എവിടെ നോട്ടാ സാർ? ഡാഷ് ട്രെംബിൾസ് വിത്ത് ഫിയർ എന്ന് നമ്മൾ എഴുതിയേക്കുന്ന സ്ഥലത്ത് രാജലക്ഷ്മിയുടെ ഭാവനയ്ക്ക് അനുസരിച്ച് 1-2 സെന്റൻസ് അവിടെ ആഡ് ചെയ്യാമോ? ദിവ്യ പറഞ്ഞത് കൂടാതെ. Suddenly they hear a bear coming towards them. They look to each other. Okay, correct. Each other. They are in പറ്റണില്ല സിറ്റുവേഷനിൽ ആലോചിച്ച് നോക്കുന്നു. വെറുതെ ആലോചിക്കുക. ഇങ്ങനെ വരുന്നു, ബിയറിനെ കാണുന്നു, എന്ത് ചെയ്യും അവര്? സിറ്റുവേഷൻ നമ്മൾ കൊടുക്കും, ക്രിയേറ്റ് ചെയ്യും. Suddenly they hear a bear coming towards them. അതൊക്കെ കഴിഞ്ഞിട്ട് മതി. യെസ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. അവർ ആദ്യം കേൾക്കുന്നത് സൗണ്ട് മാത്രമാണ്. അങ്ങനെ വിചാരിക്കും. സൗണ്ടാണ്, ബിയറിനെ കാണുന്നില്ല. They hear the sound. അത് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത്. They look towards. They look with fear. Yes. And they decided to what to do next. Yes. കിട്ടണില്ല സാർ. Okay, no problem. Okay, no problem. ഇതൊന്നും പേടിക്കണ്ട, no problem. Yes. ഇനി
വേറെ ആർക്കെങ്കിലും ഭാവനയിൽ തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഭാവനയിൽ They വന്ന plan to hide. While hearing the sound, they plan to hide under or some other trees sides, behind the trees or in the forest. They plan to hide. Yes, okay, very good, very good. അത് നമുക്ക് പഴയ സർ ഒരു മിനിറ്റ്, അതിൽ ഹിയർ എ ബിയർ കമ്മിങ് എന്നല്ല പറയുന്നേ. അപ്പൊ ഹിയർ എന്ന് പറയുന്നത് കേൾക്കാന്നുള്ളതും ബിയർ കമ്മിങ് ഓപ്പോസിറ്റ് എന്നല്ല വരണേ. ഏതാണ്? അപ്പൊ ബിയറിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബിയർ വരുന്ന പോലെ അവർക്ക് തോന്നുകയാണോ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇതിന്റെ അകത്ത് കഥയിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് അതായത് പറഞ്ഞത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് പറഞ്ഞോ, ഇത് ഓൾറെഡി ഹാപ്പൻ ആയിട്ടൊരു സംഭവമായിട്ട് നിങ്ങൾ പറഞ്ഞോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു സിറ്റുവേഷൻ മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. യെസ്. When they heard the sound of the bear, they plan to hide under a tree or some other places. ഓക്കെ ഓക്കെ. അപ്പൊ നേരത്തെ ഒരു പോയിന്റ് ആയിട്ട് എടുക്കാം. അതായത് ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അവരെവിടെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ ജോലി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം They looked each other and a farmer asked to painter, you hear the sound? Painter said, I hear the sound. And ഒരു ഭാവന വെച്ച് പറയുന്നതാണ്. They looked each other. Then farmer asked the painter what we shall do. Yes. Sound is the sound is beer. അത്രേ കിട്ടുന്നുള്ളൂ സാർ. Okay, 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 okay. Very good, very good. Their eyes filled with tears. Okay, okay, okay. Okay, അതല്ല. Their eyes filled with fear. Okay, very good. Yes. അപ്പൊ നിങ്ങൾക്ക് നല്ല ഭാവനയുണ്ട്. Don't worry, be happy. Okay. അപ്പൊ trembles with fear. Yes. ഇനി അടുത്തൊരാളാണ് ജിസ്ന റിജു. Yes, sir. ഓക്കെ. ഇനി നമുക്ക് അടുത്ത 1, 2, 3, 4 നാലാമത്തെ ഡാഷ് മുതലാണ് എടുത്തോ. ഡാഷ് ഫാർമർ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ് ഡാഷ്. ഓക്കെ. The painter and the farmer plan how to escape from that bear. Very good, very good, very good. How to escape from the bear. Okay, correct. Then the farmer decided to climb on the tree and hide the bear when they come in front of him. And ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. He decided to climb the tree. ഒരു മരത്തിന് മുകളിൽ കയറി കയറാൻ തീരുമാനിച്ചു. And to hide himself. അവനെ തന്നെ ഒന്നും മറച്ചു നിൽക്കാനായിട്ട് തീരുമാനിച്ചു. Yes. Okay. He didn't help his did not വരിക. കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. Yes. ഇനി അത് ബുദ്ധിമുട്ടായിട്ടുള്ള സെന്റൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചോളൂ. നമുക്ക് പറ്റുന്ന രീതിയിൽ നോക്കിക്കോളൂ. എങ്ങനെ സാർ? ജസ്നക്ക് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് ലളിതവൽക്കരിച്ച് പറഞ്ഞോളൂ. ഏത് ക്ലൈംബ് ചെയ്യുന്ന ആ ടൈമിനെ കുറിച്ചാ? At the time of he hide, he think his family and cried very well. Yes. Then Yes. Okay. പിന്നെ നമുക്ക് and the painter falls flat as if dead. അവിടെ വരെ പറഞ്ഞു. അത്രയും പോലെ കിടന്നു എന്നുള്ള സ്ഥലം വരെ പറഞ്ഞു. Okay. But the painter
was helpless because he did not know what happened next. Yes. And he did not know how to climb on a tree. Oh, very good. That's another point. He didn't know how to climb on a tree. Yes, very good. And then he asked for his friend. Help ചെയ്യാനായിട്ട് ഫ്രണ്ടിനോട് പറയാം. യെസ്. അപ്പൊ നമ്മുടെ അദ്ദേഹത്തിന്റെ നെറ്റ് കട്ടായി പോയി തോന്നുന്നു. യെസ്. ഓക്കെ നെറ്റ് പോയിട്ടുണ്ടാവും. കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. യെസ്. അടുത്തൊരാൾ വരും. ആരാണ്? സാറാ പറയട്ടെ. യെസ്, പറഞ്ഞോളൂ. The two friends ran to both sides of forest. Yes. They are isolated at different sides of forest. അപ്പൊ ഇതിന്റെ അത് വരുന്നത് അപ്പൊ നമ്മുടെ കഥയിൽ നിന്ന് കുറച്ച് ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി പോയില്ല. പക്ഷെ നടക്കുന്ന സംഭവങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട്. നമ്മുടെ കഥയിൽ അങ്ങനെയാണ്. അപ്പൊ ഐസൊലേറ്റഡ് വേണ്ട, നമുക്ക് അവിടെ തന്നെ എവിടെയെങ്കിലും വേറൊരു സിറ്റുവേഷൻ. They are lonely at they are lonely at different sides of forest. Okay. The farmer saw a big tree and he decided to climb the tree. Okay. And hide a branch of the tree. Okay. അത്രേ കിട്ടണോ സാറ്? പെയിന്ററിനെ കൂടെ കാര്യം പറഞ്ഞു. ഈ ഫാർമർ പെയിന്ററിനെ സഹായിച്ചില്ല. അതൊരു വാചകം കൂടി പറഞ്ഞു. The farmer couldn't save the life of his friend. Yes. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെയിന്റർ മരിച്ചതുപോലെ താഴെ കിടക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അങ്ങനെ കിടന്നു. അവിടെ പറഞ്ഞു അതിനകത്ത് കിടപ്പുണ്ട്. He acting കിട്ടണില്ല സർ. അവർ തീരുമാനിച്ചു. He decided. ഇനി എന്ത് തീരുമാനമാണെന്നുള്ളതാണ് പറയും. He decided. ഞാനാണോ? പറഞ്ഞോളൂ. He decided to act as he did. Yes. Then the bear passed the. Okay. Very good. About the painter falls flat as if dead. Okay. ഇനി അടുത്തൊരാൾ വിളിക്കാം. അനില. Yes, sir. How are you, Anila? Try ചെയ്യാട്ടോ sir. Okay. അപ്പൊ ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് ആരംഭിക്കാം. Dash the beer's dead കഴിഞ്ഞിട്ട്. Dash the beer sniff. Dash think dead. അത്രയും വരെയുള്ളത് അത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അനിലയുടെ ഭാവന അനുസരിച്ച് ചിന്തിച്ചു. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ മരത്തിന് മുകളിൽ കയറി, ഒരാൾ താഴെ കിടക്കുന്നു. യെസ്, ബിയർ വരുന്നു, അവിടെ പിടിക്കുന്നു. ബാക്കിയുള്ളതായിരിക്കും വിട്ടേരുന്നു. എങ്ങനെ വേണമെങ്കിലും. Suddenly he gets some good idea. He decided to അത് കൊള്ളാണ്. Suddenly he got an idea. And he decided to paint the fells flat is dead. അത് കഴിഞ്ഞിട്ടുള്ളതല്ലേ? The beer sniffs. Think അയ്യോ കിട്ടില്ല സാറേ. ഓക്കെ, ഇതിന്റെ ബിയർ സ്നിഫ് എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുന്നതാണ്. ബിയർ വരുന്നു, മണത്ത് നോക്കുന്നു. അവിടെയൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യും.
കിട്ടുന്നില്ല. അത് ചിന്തിക്കേ, മനസ്സിൽ കാണാം രണ്ടുപേര്, ഒരാൾ മകരത്തിന് മുകളിൽ നിൽക്കുന്നു, ഒരാൾ താഴെ മരിച്ചു പോലെ കിടക്കുന്നു, ബിയർ വരുന്നു. യെസ്, ബാക്കി നമ്മളുടെ ക്രിയേറ്റിവിറ്റി. Beer started sniff is your body. യെസ്, ഓക്കെ. അപ്പൊ നോക്കേ, വിഷയത്തോട് വരുന്നതിന് മുമ്പ് നമുക്ക് ബിയറിന് ഭയങ്കര കൊണ്ട് നമുക്കൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ പ്ലേയോ നിങ്ങൾ കാണുമ്പോൾ നായകനെയും നായികയൊക്കെ പെട്ടെന്ന് അവതരിപ്പിക്കും. ഇല്ല, മറ്റേ സഹോദരന്മാരെ കൊണ്ട് 1-2 ഡയലോഗൊക്കെ പറയിപ്പിച്ച് ഒരു ബിൽഡപ്പ് ചെയ്യും. ആ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നായകനെയോ നായികയെയോ അവതരിപ്പിക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ അനിയനോട് ഞാൻ പറഞ്ഞു ബിൽഡപ്പ് പെട്ടെന്ന് നിങ്ങൾ പറയുന്നത്. യെസ്, ഒന്ന് ബിൽഡപ്പ് ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബിൽഡപ്പ് കൊടുക്കും. The beer started with your body. Think is dead. ഓക്കെ, പറഞ്ഞോളൂ അനില, പറഞ്ഞോളൂ. പോയി സാർ, അതാ പെട്ടെന്ന് കട്ടായി പോയത്. ഞങ്ങളോട് വിചാരിച്ചു നെറ്റ് പോയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചു. ഓക്കെ, ജിസ്നെ ഐ വിൽ കം ടു യു ആഫ്റ്റർ സം ടൈം. ഓക്കെ 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 അനില, ഫിനിഷ് ചെയ്തോളൂ. The beer started sniff your body. The beer thing is already dead. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചിന്തിക്കാം. ഈ കിടക്കുന്ന ആളില്ലേ, ആര് പെയിന്റർ, അയാൾ എന്ത് ചെയ്യണം? മരണത്തിന് മുന്നിൽ കണ്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഒരു സിറ്റുവേഷൻ ആയി കൊടുക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? കണ്ട് ഇറുക്കെ അടച്ചു പിടിച്ച് കിടന്നു. ആര്? പെയിന്റർ. യെസ്, അന്ന് പറഞ്ഞേ. Sorry. ആരാണ് പെയിന്റർ? പറയും പെയിന്റർ. അടച്ചു എന്നുള്ളത് എന്താണ്? അവന്റെ കണ്ണുകള് ക്ലോസ്ഡ് ഹിസ് ഐസ്. അത് മതി. പെയിന്റർ കണ്ണുകളിൽ അടച്ചു പിടിച്ചു. But he have fear. Okay. Okay. Then he started with the shivering. ഷിവർ ചെയ്യുമ്പോഴേ നമുക്കൊരു കാര്യം, അനങ്ങുമ്പോ നമുക്ക് മരിച്ചിട്ടില്ല എന്ന് ബിയറിന് വേണമെങ്കിൽ വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ അനങ്ങാതെ കിടന്നു എഴുത്. അനങ്ങാതെ എന്നുള്ള മോഷൻലെസ്. ഓക്കെ, അല്ലെങ്കിൽ വിത്തൗട്ട് മൂവിങ്, അങ്ങനെ പറയും. പെയിന്റർ കിടന്നു. Painter closed his eyes without any moving. Okay, it didn't move. Okay. Yes. ഇനി അവൻ പെയിന്റർ അവിടെ കിടക്കുമ്പോഴും അറിയാം അരികത്ത് ആര് വന്ന് നിൽപ്പുണ്ട്, മറ്റേ ബിയർ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ പെയിന്റർ തന്റെ മരണം മുന്നിൽ കണ്ടു. ഇത് സംഭവിക്കും എന്നുള്ളത് അപ്പൊ പെയിന്റർക്ക് അറിയില്ല. അപ്പൊ അതൊന്ന് മനസ്സിലെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചേർക്ക്. അല്ലെങ്കിൽ പെയിന്റർ മനസ്സുകൊണ്ട് ഭരിക്കാൻ റെഡിയായി. മനസ്സിലായില്ലേ? അങ്ങനെ എങ്ങനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് പോകേണ്ടത് പിടി കിട്ടിയില്ലേ? ഓക്കെ വെരി ഗുഡ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. ജസ്ന നേരത്തെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതിൽ ജസ്ന ആകെ വിഷമിച്ചിരിക്കുകയാണ്. ജസ്ന വന്നോളൂ. At that time, he think about his family. Yes, he thought about his family. അല്ലേ? അവൻ അവന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചു. ഓക്കെ വെരി ഗുഡ്. ജസ്റ്റ് വേറെ വിളിക്കാൻ ജസ്റ്റിയുടെ ഭാവം. ഓക്കെ വെരി ഗുഡ്. And then he ready to face any situation. Very good. He was ready to face any situation. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനുള്ള മനസ്സുകൊണ്ട് പുള്ളി പറഞ്ഞു. കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. But he was ready to die. He thought of his family, he thought of his wife, and he thought of his children.
Okay. Very good. Okay, just ഉള്ളിൽ ഒരു കലാകൃതി ഉണ്ട്. Yes. Thank you, sir. And then he prayed to God. അത് നല്ലൊരു പോയിന്റ് ആയിട്ട് പറയാം. He prayed to God. ദൈവത്തോട് പ്രാർത്ഥിച്ചു. Yes. Okay. Very good. And he think his friend. എന്താണ് ഉദ്ദേശിച്ചത്? അതായത് അവന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, അവനെ കുറിച്ച് ചിന്തിച്ചു. Yes. Okay. Okay. He thought, ചിന്തിച്ചു. He thought about his friend. Yes. കൂട്ടുകാരനെ കുറിച്ച് ചിന്തിച്ചു. Yes. ചിന്തിച്ചു. ഇനി നമുക്ക് സ്നിഫ് മറ്റേ ബിയറിന് 2-3 റോള് കൊടുക്കും. Dash. The beer. Dash the beer sniff. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു വേറെ ലിസ്റ്റർക്ക് വേണ്ടി ഞാനൊന്ന് സജസ്റ്റ് ചെയ്യുന്നത്, ആ ബിയർ ഈ പെയിന്ററിന്റെ അരികത്ത് ഇരുന്നു, എന്നിട്ട് ഈ ബോഡിയിലേക്കൊന്ന് നോക്കി, പിന്നെ ബോഡിയിലേക്ക് നോക്കിയിട്ട് പിന്നെ ഒന്ന് ചുറ്റും ഒന്ന് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മരിച്ചു കിടക്കുകയാണെന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മണത്തിട്ട് ഓടിപ്പോകുന്നത്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞ വഴി കൂടി സിസ്റ്റം വല്ലതും എനിക്ക് യാതൊരുവിധ നിർബന്ധവുമില്ല. അപ്പൊ ബിയർ വരുന്നത് മുതൽ പറയാലോ? ഓക്കെ. ചിന്തിച്ചോ. ഐ വിൽ ടെൽ യു വൺ മോർ തിങ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സംവിധായകനായിട്ടുള്ള IV ശശി, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കേസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം ശബരിമലക്ക് പോവുകയാണ്. അപ്പൊ ശബരിമലക്കിനെ പോയിക്കൊണ്ട് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ധാരാളം ആളുകൾ കൂടി നിൽക്കും. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ IV ശശിയും അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു, എന്താ പറ്റി, എന്താ അവിടെ നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നത് ചോദിച്ചു. അപ്പോ ആ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ ഒരു പുലി വന്നു എന്ന് പറയുന്നുണ്ട്, കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് പുലിയെ, അങ്ങനെയൊക്കെ ആ ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് IV ശശി ശബരിമലയിൽ പോയി തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം ലോഹിതദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനോട് പറയും. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കണം. അവിടെ നിന്നാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ കഥ വരുന്നത്. അല്ല, ഒറ്റ തോട്ടാണ്. ഒരു പുലി വന്നൊരു സംഭവം അവിടെ വന്നുണ്ടായി. പിന്നെ ബാക്കി അതിന്റെ ഫ്രണ്ടിലും അതിന്റെ ബാക്കിലും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഗ്രാമം, അത് നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു ഗ്രാമം, അവിടെ പുലി പ്രശ്നമാകുന്നു. ആ പുലിയെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു വേട്ടക്കാരൻ വരുന്നു. ആ വേട്ടക്കാരൻ പിന്നീട് പ്രശ്നമാകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നന്മയിൽ ഇങ്ങനെയാണ് ഒരു ഭാവനയിൽ ഇങ്ങനെ പോകണം. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ചെറിയ കുട്ടികളാണ്. അവരുടെ മനസ്സിനെ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കയറ്റിവിട്ടാൽ ഭാവിയിൽ അവർ പ്രശസ്തരാകുമ്പോൾ അവര് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങള് ഇതേപോലെ ഒരു എഴുത്തുകാരിയോ ഒക്കെ ആവാനുള്ള കാരണം എന്ത് എന്ന് പറയുമ്പോൾ, എന്റെ ചെറിയ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ജിസ്ന ടീച്ചറാണ് എന്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ചിന്ത വിട്ടത്, അല്ലെങ്കിൽ അനില ടീച്ചറാണ്, രമ്യ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം. യെസ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ടീച്ചറില്ലേ, ആ ടീച്ചറിനോടുള്ള ഇഷ്ടത്തിന്റെ പേരില് ആ വിഷയം നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലേ? ചില വിഷയങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചത് ആ വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ചില വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാതിരുന്നത് ആ വിഷയത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, ടീച്ചറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആം ഐ റൈറ്റ്? യെസ്, കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു ബാഡ് മോഡൽ ആവരുത്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അവരെ ടച്ച് ചെയ്ത് വിടുക. ഇതൊക്കെ നമ്മളിപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ മുന്നിലൂടെ ഈ ചെറിയ പാവാടയൊക്കെ ഇട്ട് പോകുന്ന കുട്ടികള്
നിങ്ങൾ എപ്പോഴും ചിന്തിക്കും ഒരു 25 വർഷം കഴിയുമ്പോൾ അവര് ഏത് റേഞ്ചിലായിരിക്കും എന്ന് പറയാൻ പറ്റും. ആരെയും നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ഏത് റേഞ്ച് വരും എന്ന് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചെറിയ കുട്ടികളൊക്കെ പോകണമെങ്കിൽ ഒരു 25-30 വർഷം കഴിയുമ്പോൾ ഇത് എവിടെ ഏത് ലെവലിൽ വരുന്ന കുട്ടികളായിരിക്കും. അവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, പരീക്ഷയിൽ ജയിക്കുന്നതും ജീവിതത്തിൽ ജയിക്കുന്നതും രണ്ടാണ്. പരീക്ഷയിൽ ജയിച്ചിട്ടുള്ള ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളവരല്ല എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പഠിക്കാത്ത കുട്ടികളെ കാണുമ്പോൾ ഇവനൊക്കെ എത്തുകയില്ല എന്നുള്ളതല്ല, ചിലപ്പോ അവനായിരിക്കും ആദ്യം എത്തുന്നത്. അപ്പൊ ആ ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ജിസ്നക്ക് ചിന്തിക്കാനായിട്ടുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്ത് ഇട്ടത്. ഓക്കെ ജിസ്ന, കമോൺ. സാർ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ധൈര്യമായിട്ട് കേൾക്കുന്നുണ്ട്. നല്ല ഡിജിറ്റൽ സൗണ്ടാണ്. ധൈര്യമായിട്ട് പറഞ്ഞു. Okay. At that time, the bear came near to the painter. Yes. Okay. ഇനി ബിയറിന്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പറഞ്ഞോളൂ. Okay. The bear saw that something was near to him. Yes. And he looked around. Okay, very good. He looked around. He looked around and walked near to that painter. Yes. Okay. And then the bear sits near to that painter. Yes. And again he looked around. കൈ കൊണ്ട് ടച്ച് നോക്കിക്കോട്ടെ ബോഡി. ഓക്കെ, അത് കയ്യിൽ ചേർക്ക്. ഓക്കെ സാർ. അല്ല, അതിനു മുന്നേ bear understand that was a human. Yes. Okay, very good. And and the bear touched the painter hand. Yes. And body. Okay. And smelled ചെയ്തു. Okay. പറഞ്ഞോളൂ. Okay. Smell. And again he touched his body. Very good. But there was no movement in that body. Oh, very good. Okay. Very good. Okay, just that. That's ഇഷ്ടപ്പെട്ടു. Nice. And the bear think that what happened to that man? Okay. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബിയർ സാധാരണ ഇതില് ഈ ചത്ത് കിടക്കുന്ന സാധനം കഴിക്കില്ല. അപ്പൊ അത് വേണമെങ്കിൽ ഐഡിയ മരിച്ചു കിടക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഐഡിയ കൊടുക്കും. അങ്ങനെയുള്ള സാധനം കഴിക്കില്ല. അതാണ് ഇതിനകത്തൊരു ലോജിക്ക്. അപ്പം ഓക്കെ, ബിയർ ചിന്തിച്ചു. അപ്പം the bear think that the man is died before he ചിന്തിച്ചു. Okay. And then പിന്നെ Okay, yes sir, very good. Okay, he walked around that man, like a painter. Okay. ഇനി ബിയറിനെ നമ്മള് ഓടി പോകുന്നതായിട്ട് നമ്മൾ ചിത്രീകരിക്കുക. ബിയർ അങ്ങനെ ഓടിപ്പോട്ടെ. Okay. Bear leaved that man and he ran away. Ran into the forest. Okay. Into the forest. Okay, Jisna, I appreciate your mind. Jisnക്ക് നല്ലൊരു മനസ്സുണ്ട്. Okay. അതുകൊണ്ട് ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജിസ്ന വേറെ വഴിക്കേക്ക് കയറി വന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചു വന്നില്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പല ആളുകൾക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു തോട്ടായിട്ട് നമ്മളത് മാറില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തിയായിരിക്കും,
അത് ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അതിന് നല്ലൊരു ടീച്ചർ ആവാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാരാണ് വരുന്നത്? നേരത്തെ വരാത്ത ഒരാള് ആരെങ്കിലും? ഷെമീന. Yes, sir. ഓക്കെ, ആർ യു റെഡി ഷെമീന? ശ്രമിക്കാം. അത് മതി. ഓക്കെ. യെസ്, അപ്പൊ ഇപ്പൊ നമ്മുടെ ബിയർ ഓടിപ്പോയി. യെസ്, അവിടത്തിന് ശേഷമുള്ള കഥകളാണ് ഈ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഡാഷ് ഫാർമർ കംസ് ഡൗൺ ആൻഡ് ഡാഷ് ആസ്ക് വാട്ട് ദ ബിയർ സേ. ഓക്കെ, അവിടെ നോക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ. The deer was go away. Okay, And the farmer opened the eyes. Farmer അല്ല, painter. The painter opened the eyes and look at surrounding. Okay. അപ്പൊ അത് പോയി കഴിയുമ്പോ സ്വാഭാവികമായിട്ട് പെയിന്റർക്ക് എന്ത് തോന്നും മനസ്സിൽ? Painter was very happy. Happy എന്നുള്ള വാക്കിനേക്കാൾ relaxed. He was very relaxed. Okay. സമ്മതിച്ചു. ഇനി ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവും മുകളിൽ ഇരിക്കുന്ന ഫാർമർ കണ്ടുകൊണ്ടിരുന്നു. ആ ഒരു സാധനം കൂടി വരുന്നത്. This time the farmer was on the tree. Yes. You look under the painter. You look under a tree. The Yes. painter was ninnu. The painter was stand up. Yes. Painter stood. Okay. Yes. Painter stood and the farmer climbed. ചാടി എന്ന് പറയുന്നത് എന്താ പറയാ? Jumped in the down. എന്നിട്ട് ആരുടെ പെയിന്ററിന്റെ അടുത്ത് വന്നു inside the farmer inside the painter. എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? എന്താണ് ആ ബിയർ ചെവിയിൽ പറഞ്ഞത്? ശരിക്കും ചെവിയിൽ മണത്ത് നോക്കിയതാണ്, പക്ഷെ ഫാർമർ മുകളിൽ വിചാരിച്ചത് എന്തോ ചെവിയിൽ പറഞ്ഞു എന്നാണ്. ഓക്കെ, അത് ചോദിച്ചു. The farmer asked the painter, what are you talking the beer? What did the beer say? What did the beer say? The beer said. Did you say okay. What did the beer say? Okay. ഇനി നമുക്ക് ഈ അടുത്ത വരി കൂടി നോക്കി. Never to make friends with one dash run away when the friend in danger. അതെനിക്ക് മനസ്സിലായില്ല. ഒരു സുഹൃത്തിന് ഒരു അപകടം പറ്റുമ്പോൾ ഇട്ടേച്ചു പോകുന്ന കൂട്ടുകാരനുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത്, ആ വ്യക്തിയുമായിട്ട് കൂട്ടുകൂടരുത് എന്നാണ് പറഞ്ഞത് എന്നായിരിക്കണം ഈ പെയിന്റർ പറയേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത് ചോദിച്ചു. മറുപടി പറഞ്ഞോളൂ. What did the beer said? The painter was very angry to. Very good. Angry to farmer. വെരി ഗുഡ്. യെസ്, ഞാൻ ചിന്തിക്കാതിരുന്ന കാര്യമാണ്. എന്താണ് പറഞ്ഞത്? വലിയ സ്നേഹമൊന്നും ഉണ്ടാക്കാനല്ലോ. The painter was very angry to the farmer. ദേഷ്യം തോന്നി. യെസ്. Okay, very good. Okay, ഷമീല. Yes. Yes. Angry to farmer. Repeat the question. Okay. Farmer question repeat ചെയ്തു. അത് പറഞ്ഞോ.
Farmer. Farmer repeat the question Yes. to This question. Okay, everybody. Question repeat it. Okay. the painter said, never okay. to make friends with me. Ethioda. The painter said, you സാർ എനിക്ക് കിട്ടുന്നില്ല. സംഗതി ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഇത് പരീക്ഷയ്ക്കുള്ള ചോദ്യം പോലെ പറഞ്ഞതല്ല. ഞാനിത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഭാവന എത്രമാത്രം ഉണരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ നിങ്ങളോട് വെറുതെ ഒരു വിഷയം എടുത്തിട്ടത് മാത്രമുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത്, ഈ 10 ഇത് കഥ നിങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ബോർഡില് ഈ 10 വാചകമായിട്ട് ഈ കഥ നിങ്ങൾ എഴുതും. കുട്ടികളെ കൊണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ വായിക്കുന്നു. അങ്ങനെ അവർ കുറച്ച് സമയം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് പറയുന്നു, അലക ടീച്ചർ എന്ത് പറയുന്നു, കുട്ടികളോട് പറയുന്നു, മക്കളെ ഞാൻ ഈ എല്ലാ വാചകത്തിന്റെയും ആദ്യത്തെ ലെറ്റർ വായിക്കാൻ പോവുകയാണ്. അപ്പോ ആ 10 വാചകത്തിന്റെയും ഓരോ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് മായ്ച്ചു കളയും. എന്നിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അവരത് തെറ്റുകൂടാണ്ട് പറയും. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു, ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു വാക്കല്ല, ഒരു സെന്റൻസിന്റെ ഒരു വേർഡല്ല ഞാൻ മായ്ച്ചു കളഞ്ഞത്, ഞാൻ അടുത്തൊരു വേർഡ് കൂടി മായ്ക്കുകയാണ്. അപ്പൊ 2 വേർഡ് മായ്ച്ചു കളഞ്ഞപ്പോ എന്നിട്ട് കുട്ടികളെ കൊണ്ട് പറയുന്നു, പിന്നെ ഒരു വേർഡും കൂടി മായ്ച്ചു കളയുന്നു, ലാസ്റ്റ് ബോർഡ് കംപ്ലീറ്റ് മായ്ച്ചു കളയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് കഥ പറയാൻ പറയുമ്പോൾ അവർ തെറ്റാണ്ട് പറയും. ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇവിടെ നമ്മൾ സമയക്കുറവ് മൂലവും ഓൺലൈൻ ക്ലാസ്സിന്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു പാരഗ്രാഫൊക്കെ പഠിപ്പിക്കുമ്പോൾ പഠിക്കടി പറയരുത്. അവരുടെ ഒപ്പം നിന്ന് അത് പറഞ്ഞു കൊടുത്തിട്ട് ഓരോ വേർഡ് വെച്ച് മാറ്റി കളഞ്ഞിട്ട് അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവർ മനോഹരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് ദാറ്റ് വാസ് വെരി ഗുഡ്. എല്ലാവരും വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ഈ സിലബസിൽ പറഞ്ഞേക്ക് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി സൈൻ ഔട്ട് ഉണ്ടോ? യെസ് സർ. ഓക്കെ, ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. Thank you sir for today's class. It was a nice one. Okay, also I'm thanking my classmates. Have a great day for everyone. Okay, we will meet in the next day. Okay, bye. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Okay.